നമസ്കാരം. ജീവിതത്തിലേക്ക് ഏതൊരു കാര്യം കടന്ന് വരുന്നതിന് മുൻപും ഈശ്വരാനുഗ്രഹത്താൽ ആ കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ചിലർക്കത് എളുപ്പം മനസ്സിലാക്കുവാൻ സാധിക്കും, ചിലർക്കത് പെട്ടെന്ന് സാധിക്കണം എന്നുമില്ല. ഇവിടെ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന, എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ച്, അത് ഗുണകരവും ചില ദോഷകരമോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട്. അത്തരം ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം ഭഗവാനെ, സാക്ഷാൽ ഗുരുവായൂരപ്പനെ, ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു നിമിഷം നിങ്ങൾ വന്ദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരാണോ ആ ശക്തിയുടെ നാമം കാളിദേവിയാണ് എങ്കിൽ ഓം ക്രീം കാളി എന്നോ, സാക്ഷാൽ പരമശിവനാണ് എങ്കിൽ ഓം നമഃശിവായ എന്നോ കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തണം. ഇതൊരു ജനറൽ റീഡിംഗ് ആയതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക. ഏവരും ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലുള്ള ആ വിഷമങ്ങൾ, നെഗറ്റീവായ ചിന്തകൾ എല്ലാം മാറ്റിവെച്ച് തെളിഞ്ഞ മനസ്സോടെയും പോസിറ്റീവായ ചിന്തയോടെയും നിങ്ങൾ തീർച്ചയായും പോസിറ്റീവായ മനോഭാവത്തോടെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് ചില ശുഭകാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള ഒരു സാധ്യതയാണ് കാണുവാനായി സാധിക്കുന്നത്. ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു ഓഫർ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം, അത് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുന്നതായ സാഹചര്യമോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന ജോലി ലഭിക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ മനസ്സിന് ആഗ്രഹിച്ചതായ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കോ നിങ്ങൾ പ്രവേശിക്കുവാനുള്ള ഒരു സാധ്യത തുലം കൂടുതലായിരിക്കുന്നു എന്ന് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ വിഷമതകൾ തൊഴിലുമായി ബന്ധപ്പെട്ട് അതിന് ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ തീർച്ചയായും ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ ഇരിക്കുന്നു എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വളരെയധികം പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾ ഏതൊരു തീരുമാനം, അത് കൃത്യമായ തീരുമാനമാകേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിനാൽ ഏതൊരു തീരുമാനം നിങ്ങൾ കൈക്കൊള്ളുമ്പോഴും അത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധാപൂർവം എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് പോലുമാകാം ആ തീരുമാനത്തിൽ വീണ്ടും ഒരു പുനരാലോചനയ്ക്ക് ശ്രമിക്കേണ്ടതായിട്ടുണ്ടോ എന്നുകൂടി ചിന്തിക്കുന്നത് ഉത്തമമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അബദ്ധമാകുവാൻ അത് മറ്റൊരു വ്യക്തിയുടെ നിർബന്ധത്താലോ അല്ലെങ്കിൽ സമ്മർദ്ദത്താലോ അല്ലെങ്കിൽ എടുത്തുചാടി നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നതിനാലോ അബദ്ധം പിണയുവാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ അബദ്ധം സംഭവിച്ചിരിക്കുന്നതായ സാഹചര്യമോ ഉണ്ട് എന്ന് കാണുന്നു. ഈ സമയം തീർച്ചയായും ഏതൊരു കാര്യത്തെക്കുറിച്ചും കൃത്യമായി തന്നെ ഒരു പഠനം നടത്തിയതിന് ശേഷമാണ് ആ തീരുമാനം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് കാണുന്നു. അതല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ചടി സംഭവിക്കാം. ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്നതായ ആ ഒരു അവസരം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാണ് എങ്കിലും നൽകുന്നതായ ഓഫർ നിങ്ങൾ ഈ സമയം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നിങ്ങളുടെ ചിന്തയാൽ തോന്നുന്നു എങ്കിൽ തീർച്ചയായും ആ കാര്യം സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സമയം കൃത്യമായ ഒരു സമയമായി തന്നെ മാറുവാനുള്ള സാധ്യതകളുണ്ട്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുത്തതിനാലോ പ്രവർത്തിച്ചതിനാലോ അനുഭവിക്കുന്നതായ വിഷമതകളെ മറികടക്കുവാൻ സാധിക്കുന്ന ഒരു അവസരം തന്നെയായിരിക്കും
നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളുടെ കൺമുൻപിലേക്ക് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുകൂടി ഈ സമയം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളെ ഒരിക്കലും കൈയൊഴിഞ്ഞിട്ടില്ല, കൈവിട്ടിട്ടില്ല എന്നത് പ്രത്യേകം എടുത്തറിഞ്ഞിരിക്കേണ്ടതായ അല്ലെങ്കിൽ അറിയേണ്ടതായ കാര്യം തന്നെയാണ്. കാരണം പല കാര്യങ്ങളിലും ആ ദേവത നിങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അതിനാൽ തന്നെയാണ് ആ ദേവത നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്ന കാര്യവും ഓർക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായ കാര്യങ്ങളാൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെട്ടിരിക്കുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ബുദ്ധി കൂടുതൽ കൃത്യതയോടെ ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ തോന്നലുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇപ്രകാരമായിരിക്കും എന്ന രീതിയിലുള്ള തോന്നലുകൾ അത് പിന്നീട് സത്യമായി ഭവിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് യാദൃശ്ചികമല്ല, ആ ദേവതയുടെ ശക്തിയാൽ, ആ ദേവതയുടെ സംരക്ഷണത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ശുഭകാര്യം തന്നെയാണ്. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നതായ ഏതൊരു കാര്യവും കൃത്യമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. നിങ്ങളെ സംരക്ഷിക്കാൻ പലരും ഉണ്ടാകും, അല്ലെങ്കിൽ പലരും നിങ്ങൾക്കൊപ്പം നിൽക്കുവാനുള്ള സാധ്യതകൾ ഇവിടെ കൂടുതലാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില സാധ്യതകളാണ് എങ്കിലും നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യം ഇവിടെ കാണുവാനായി സാധിക്കുന്നു. കൂടാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളും ഇപ്രകാരമായിരുന്നോ എന്ന് പോലും അത്ഭുതം തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നത് വാസ്തവം തന്നെയാണ്. വളരെയധികം കഴിവുകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത് കൃത്യമായി പ്രയോജനപ്പെടുത്തിയില്ലല്ലോ, അല്ലെങ്കിൽ അത്തരമൊരു അവസരം ലഭിച്ചില്ലല്ലോ എന്ന വിഷമം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ വിഷമതകൾക്ക് പോലും ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ്. മറ്റുള്ളവർക്ക് പോലും നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുവാനോ സാധിച്ചിട്ടില്ല എങ്കിൽ അതിലൊരു വ്യത്യാസം വന്നു ചേരുന്നു. പലരും നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുകയോ, നിങ്ങൾ സാധാരണ വ്യക്തികളല്ല, പല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരും പല കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി ആരംഭിക്കുവാനും അവസാനിപ്പിക്കുവാനും സാധിക്കുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നതും പോസിറ്റീവായ കാര്യം തന്നെയാണ്. നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ കൈവശം വന്ന് ചേരാവുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുവാനായി സാധിക്കുന്നു. ചില വ്യക്തികൾ മൂലമോ സ്വയം പ്രവർത്തിച്ചിട്ടോ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. വളരെയധികം പ്രവർത്തിച്ചിട്ടും ലഭിക്കാത്തതായ ചില കാര്യങ്ങളാകാം നിങ്ങളുടെ പ്രവൃത്തിയാൽ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുക. ഈ സമയം നിങ്ങളുടെ ചിന്തകൾ അത് കൃത്യമാകുവാനും പല കാര്യങ്ങളെയും കൂടുതൽ അടുത്തെറിഞ്ഞുള്ള ചിന്തകളാകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടുവാനുള്ള തയ്യാറെടുപ്പിലാണ് എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് നൽകുവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തയ്യാറായി നിൽക്കുന്നു എന്ന സൂചനയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വളരെ വിഷമതകളിൽ നിൽക്കുന്ന വ്യക്തികളാകാം. ആഗ്രഹങ്ങൾ നടക്കാതെയോ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങളാലോ നിങ്ങൾ വളരെയധികം വിഷമിച്ച് നിൽക്കുന്നു എങ്കിൽ ആ ഈശ്വര ശക്തി നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുവാൻ ആ ശക്തി ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ മുൻപിലുള്ള പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ളതായി തീരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്.
ഇപ്പോൾ നോക്കുമ്പോൾ അത് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ പിന്നീട് ആ കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ അല്ലെങ്കിൽ മുൻപിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ല എന്ന് നിങ്ങൾ ഒരിക്കലും നടിക്കുവാൻ പാടുള്ളതല്ല. തീർച്ചയായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ ഇത്തരം സാഹചര്യങ്ങളെ, അവസരങ്ങളെ അത് നിങ്ങളുടെ അനുകൂല ഘടകമാക്കി തന്നെ മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ബന്ധങ്ങൾ അത് കൃത്യതയോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളെ ബന്ധത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരാം എന്നും നല്ല സൗഹൃദങ്ങൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാം എന്നൊരു സൂചന തന്നെയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഈ സമയം നിങ്ങൾക്ക് എന്താണോ സ്പിരിച്വലി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ മാറ്റം അത് ഭഗവാന്റെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക. കൃത്യമായ കാഴ്ചപ്പാടുകളോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വരാം. കൃത്യമായ കാഴ്ചപ്പാടുകൾ വന്നു ചേരാം. നിങ്ങളുടെ കഴിവിനെ കുറിച്ച് പോലും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് വീട്ടിൽ നിന്നും അകന്നു നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റൊരിടത്ത് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്കുള്ള യാത്രകൾ നിങ്ങൾ ആരംഭിക്കാവുന്നതാണ്. സന്തോഷകരമായ പല സ്വപ്നങ്ങളും അല്ലെങ്കിൽ സന്തോഷം നൽകുന്നതായ ആ കാര്യങ്ങൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നു എന്നും സന്തോഷവും സമാധാനവും നിങ്ങളിലേക്ക് വന്നു ചേരുകയും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ നന്മ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ സാധിക്കും എന്നും പ്രതീക്ഷകൾ അസ്ഥാനത്താവില്ല എന്നും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷകളോടെ മുന്നോട്ട് പോകുവാനും ആ പ്രതീക്ഷകൾ അനുകൂലമായി തീരുകയും ചെയ്യാം. ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വിധിയിൽ വിശ്വസിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. കാരണം നിങ്ങളുടെ കർമ്മം അത്രമേൽ വിശ്വസിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീർന്നിരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പലരും നിങ്ങളെ ഉപദ്രവിക്കുകയോ മനസ്സിനെ തകർക്കും വിധം സംസാരിക്കുകയോ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ മാത്രമേ ഉണ്ടാവൂ എന്നും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ സംരക്ഷണം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ആർക്കും നിങ്ങളെ എപ്പോഴും അത്തരത്തിൽ വിഷമിപ്പിക്കുവാനോ ജീവിതത്തിൽ ഒരു തടസ്സമായി നിൽക്കുവാനോ നിങ്ങളുടെ ഗുണഫലങ്ങളെ തടസ്സപ്പെടുത്തുവാനോ അവർക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. അത് താൽക്കാലികമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുള്ളവരാകാം. അത് ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാകാം. നിങ്ങൾക്ക് ഒരു പക്ഷേ വളരെയധികം അധികാരമുള്ള വ്യക്തികളാകാം, പ്രതാപമുണ്ടായിരുന്ന വ്യക്തികളാകാം. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതെല്ലാം തിരിച്ചു പിടിക്കുവാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സന്തോഷമോ ജോലിയോ അല്ലെങ്കിൽ ബിസിനസ് പരമായ കാര്യങ്ങളാണ് എങ്കിലും മറ്റൊരു ഇടപെടലിനാൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതായ കാര്യങ്ങളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് തീർത്തും ആ കസേരകളിൽ അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ വീണ്ടും വന്ന് ഇരിക്കുവാനുള്ള അവസരങ്ങൾ, ആ പ്രതാപം വീണ്ടെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകും എന്നൊരു സൂചന ലഭിക്കുന്നതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കി പ്രവർത്തിക്കുവാൻ പോലും സാധിച്ചു എന്ന് വരാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾക്ക് ഒരു പക്ഷേ പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ ഒരു ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കുണ്ടായിരിക്കുന്നതായ ബുദ്ധിമുട്ടുകൾ പലതും ക്ഷമിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം.
എന്നാൽ തീർച്ചയായും നിങ്ങളുടെ സംസാരത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ചില പോസിറ്റീവായ പ്രേരണ നിങ്ങളിലേക്ക് വന്നു ചേരും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നതായ സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് ഒരു പരിധിവരെ കൊണ്ടുവരുവാൻ സാധിക്കും. പല സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കുവാനും പോസിറ്റീവായ ഊർജത്താൽ മുന്നോട്ട് പോകുവാനും മോശം സാഹചര്യങ്ങളുണ്ട് എങ്കിൽ ആ സാഹചര്യത്തെ മറികടന്ന് മുന്നോട്ട് പോകുവാനും സാധിക്കും. എന്താണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നത് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇവിടെ കൂടുതലായും കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അതിന് ഭംഗം വരുത്തുന്നതായ കാര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വിജയം കാണാം. ഈ സമയം കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ മാത്രമല്ല, ഒരുപാട് കാലം ആഗ്രഹിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കും. ധനപരമായി പോലും മെച്ചപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് പല വിധത്താൽ സംഭവിക്കുന്ന കാര്യമാകാം. എന്നാൽ ഈ ഒരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടായി മാറുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളെയും സഫലമാക്കുവാൻ സാധിക്കുകയും ഫ്യൂച്ചറിൽ പല കാര്യങ്ങൾ അനുകൂലമായി തീരും എന്നൊരു വിശ്വാസം ഈ സമയം നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതും അനിവാര്യം തന്നെയാണ്. ഈ സമയം പല കാര്യങ്ങളിലും ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കാം. സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് അത് യാഥാർത്ഥ്യമാകുന്നു എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന, പലപ്പോഴും വിശ്വസിക്കാൻ സാധിക്കില്ല എങ്കിലും അത് പോസിറ്റീവായി തന്നെയുള്ള ഒരു മാറ്റമായി മാറാം. വളരെയധികം ചലഞ്ചിങ് ആയി തന്നെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാം എങ്കിലും അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളെയും ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ തരണം ചെയ്ത് സന്തോഷം കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളെയും ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മനക്കരുത്ത്, ആത്മവിശ്വാസം ഈ സമയം നിങ്ങൾക്ക് തുണയായി വന്നു ചേരും. നിങ്ങളുടെ പ്രാർത്ഥനകൾ പലതും സഫലമാകുന്നു എന്നതും ഏത് പ്രശ്നത്തെ വന്നു ചേർന്നാലും ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്യുവാനുള്ള ധൈര്യം തന്നെയാണ് ആ ശക്തി നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുക എന്നതും വാസ്തവമാണ്. അപ്പോൾ മനസ്സിൽ തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളെയും ജീവിതത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും വിധം പാകപ്പെടുത്തുവാൻ സാധിക്കും. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് താൽക്കാലികമാണ് എന്നും നിങ്ങളുടെ വിഷമങ്ങൾക്ക് ഒരു പരിഹാരം തന്നെയാണ് വന്നു ചേരുക, പോസിറ്റീവായി തന്നെ ഇരിക്കണം എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഓർത്തു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.